ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജീവന്റെ കേസ് വിസ്താരത്തിൽ നിങ്ങൾ രണ്ടുപേരും ഹാജരാകേണ്ടി വരും. അതിന്റെ അറിയിപ്പാ. ഇതിപ്പോ നമ്മൾ എന്തിനാ പോകുന്നത്? നമുക്ക് ഈ കേസിൽ യാതൊരു താല്പര്യമില്ലല്ലോ. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസും കേസും വഴക്കും ഒക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ലല്ലോ. അതും ഒരു ശീലമായിട്ടുണ്ടാവും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നാളെ കേസായി പോലീസ് പിടിച്ചോണ്ടുപോയെന്നൊക്കെ പറയുമ്പോ അയ്യോ എനിക്ക് കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്നൊന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് കരയാതിരുന്നാ മതി. ഞാൻ ആരെ ഒന്നിനും വേണ്ടി ബുദ്ധിമുട്ടിക്കില്ല. അമ്മയായിട്ട് എന്നോടൊന്നും പറയാതിരുന്നാ മതി. ആ വെള്ളം തിളച്ചാലേ അതങ്ങ് ഇറക്കി വെച്ചേക്ക്. മോളെ, അമ്മയോട് മോക്ക് വിഷമൊന്നും തോന്നണ്ട കേട്ടോ. അവിടെ എന്ത് സംഭവിച്ചാലും നാണക്കേട് ചുമക്കേണ്ടത് നമ്മളല്ലേ. മനുവിന്റെ പൊസിഷൻ നോക്കണല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ അമ്മ. சார், உங்களுக்கு சீட்டாட முடியும்னு எனக்கு தெரியவே தெரியாது சார். இதெல்லாம் எங்க வச்சிருந்து சார்? എടാ ശരവണ, നീ എന്റെ തനി ഗുണം എന്താന്ന് ഓരോന്നോരോന്നിട്ട് അറിയാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് ചീട്ട് കളിക്കാൻ അറിയാം, നീന്താൻ അറിയാം, ക്രിക്കറ്റ് കളിക്കാൻ അറിയാം, വോളിബോളും അറിയാം. എടാ, എല്ലാറ്റിനും ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ஆனா இப்படி ஒரு சேஞ்ச் சாருக்கு வருது நான் கனவு போலும் விசாரிச்சல சார். போடுங்க போடுங்க. ആഹാ, കൊള്ളാലോ. ആഹാ, ഇത് എപ്പോഴാ തുടങ്ങിയത്? ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. താൻ പോയി ഒരു കസേര എടുത്തുണ്ടോ? നമുക്ക് ഒരു നോക്കാനേ. ആ പിന്നെ, ഞാൻ കളിക്കാനിരിക്കല്ലേ. അതെ, അടുപ്പിൽ ഓരോ സാധനങ്ങൾ വെച്ചിരിക്കുക. താനേ അതൊക്കെ ചെന്ന് ഓഫ് ചെയ്തിട്ട് ഇങ്ങോട്ട് വാ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാവുന്നേ. ചെല്ല്. அம்மா, சார் ரொம்ப த்ரில்லில் இருக்கு. என்னாச்சு மேடம் இருக்கு? ആ അതെ, സാറിന് മാറ്റം കുറച്ച് കൂടുതലാ ശരവണ. അറിഞ്ഞില്ലായിരുന്നോ? സാറിനിപ്പോ 20 വയസ്സ് കുറഞ്ഞു. ഏയ് മതി മതി മതി. சொல்லட்டு சார். சார் இந்த மாதிரி சந்தோஷிச்சிருந்தா போதும். இப்ப நம்ம குடும்பத்துக்குள்ள என்ன ஒரு சந்தோஷம். சார், എക്സ്ക്യൂസ് മീ, ഞാൻ കോടതിയിൽ നിന്ന് ഒരു സമൻസ് ഉണ്ട്. സമൻസോ? അതെ സർ. സുജാത രഘുനാഥ് ഇവിടെയല്ലേ താമസം? അതെ, ഞാനാണ്. നിങ്ങളുടെ നിത്യയുടെയും പേരിലാ സമൻസ്. ഇതൊന്ന് ഒപ്പിട്ട് വാങ്ങിച്ചോളൂ. ദാ ഇവിടെ ഒപ്പിട്ടോളൂ. ശരി സാർ. என்ன சார், கோடதில லெட்டர் எல்லாம் வந்திருக்கு. എന്താ രഘുവേട്ടത്? ജീവന്റെ കേസ് വിസ്താരത്തിൽ നിങ്ങൾ രണ്ടുപേരും ഹാജരാകേണ്ടി വരും. അതിന്റെ അറിയിപ്പാ. ഇതിപ്പോ നമ്മൾ എന്തിനാ പോകുന്നത്? നമുക്ക് ഈ കേസിൽ യാതൊരു താല്പര്യമില്ലല്ലോ. சார், இது அந்த ஜீவன் சாரோட வேலையா இருக்கு சார். அம்மாவை கோர்ட்டுக்கு முன்னாடி கொண்டு போய் அவமானப்படுத்துறதுக்கு. ശരവണ, ഇത് കാര്യം അതൊന്നുമല്ല. പ്രോസിക്യൂഷന്റെ ഭാഗത്തിന് ബലം കിട്ടാൻ വേണ്ടി അവര് വിളിപ്പിക്കുന്നതാ.
രാവിലെ മുതലും മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു കരയാനായി എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമെന്ന്. അത് തന്നെ ഇപ്പൊ സംഭവിച്ചു. ഹ, ഇതിലിപ്പോ എന്താടോ കരയാനുള്ളത്? അവര് വിളിപ്പിച്ചാൽ നമ്മൾ പോണം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം, തിരിച്ചു പോരണം, അത്രേ ഉള്ളൂ. എന്നാൽ ഇത് എതുക്ക് സാർ? പഴസെല്ലാം തിരുമ്പി വന്ന് இப்ப இருக்கிற சந்தோஷம் எல்லாம் போச்சு. திரும்பி அதே டென்ஷன் வந்தாச்சு. இந்த பாருங்க. സുജാതെ, നിത്യ ഹരി എവിടെ പോയി? അവര് വെള്ളായണിയിൽ പോയിരിക്കുക, ആ ഭാർഗവൻ സാറിന്റെ അടുത്തേക്ക്. നമുക്ക് അവരെ ഒന്ന് വിളിക്കാം, അവരും കൂടി വരട്ടെ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ബാക്കിയൊക്കെ. കിട്ടുന്നില്ലോടോ. സുജാതെ, താനിങ്ങനെ ടെൻഷൻ ആവാതെ, നമുക്ക് നോക്കാം. കഴിക്കൂ. ഭക്ഷണം ഇഷ്ടായോ? ഇഷ്ടമായെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇതിലപ്പുറം എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ മതി. ഞാൻ ഈ വീട്ടിൽ നിന്ന് വച്ചുകൊണ്ട് വരുന്ന ഏർപ്പാടുണ്ടല്ലോ, അതൊരു ശീലമാക്കണ്ട. എന്തുപറ്റി? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ശീലമാക്കണ്ടെന്ന് പറഞ്ഞത് എന്നോട് തന്നെയാ. പിന്നെ കുഴപ്പമൊന്നെന്നറിയോ, ഈ നാവ് ഈ രുചിയും കാത്തിരിക്കും. പിന്നെ ഈ ചുറ്റുപാടുള്ള കർഷകരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എല്ലാവരും വീണ് കിടക്കുകയാണ്. നിന്റെ ഉത്സാഹത്തിൽ എല്ലാവരെയും കൈപിടിച്ച് കയറ്റാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. അതിനെന്താ, ഈ കൃഷി ഒറ്റയ്ക്കൊരാൾക്ക് ചെയ്ത് വിജയിപ്പിക്കാവുന്ന ഒന്നല്ലല്ലോ. അതിനൊരു കൂട്ടായ പരിശ്രമം വേണം.